ഇതുണ്ട്, ഞാൻ കുറച്ച് വറ്റൽമുളക് ഞാനിങ്ങനെ വറുത്ത് കോരി വെച്ചു. ഇത് വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയും കൂടി ഞാനിങ്ങനെ മൂപ്പിക്കാൻ ഇട്ടുണ്ട്. ഇച്ചിരി മാറി നിന്നാ കേട്ടോ, കാരണം ഒന്ന് പൊട്ടിത്തെറിച്ച് എൻ്റെ മോന്തയ്ക്ക് വീണു. അപ്പം ഞാനിത് ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കട്ടെ. പിന്നെ ഞാൻ കുറച്ച് മാങ്ങ ഇതുപോലെ പൂളി വെച്ചിട്ടുണ്ട് കേട്ടോ, മാങ്ങായും പൂളി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് നല്ലെണ്ണയ്ക്കകത്താണ് ഞാനിത് വറുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഞാനൊന്ന് വറുത്ത് മാറ്റി വെക്കട്ടെ. അതിനിടയ്ക്ക് എൻ്റെ കെട്ടിയോൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട്. എന്നാ എനിക്ക് 2 ഉള്ളി തരാമെന്ന് ചോദിച്ചിട്ട് ആൾ തന്നില്ല, ഞാൻ തന്നെ പൊളിച്ചെടുത്തോളാം പറഞ്ഞു. ഇവിടെ എന്തിയേ നല്ല ഇപ്പം എൻ്റെ എണ്ണ എല്ലാം കൂടി ഇതെന്നെ വെച്ചോണം. ഇതുണ്ട് ഇടിഞ്ചക്ക വെക്കാനായിട്ട് ഇടിഞ്ചക്ക ആവിയേറ്റി വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ ഈ മാങ്ങ ദൈവമേ ഇതിനകത്തോട്ടിട്ട് കേട്ടോ. എന്നിട്ടോ ഇത് വേണേ കുറേശ്ശെ ഇട്ട് കിടക്കാം, എണ്ണ കുറവാണ്. അപ്പം ഇതിനകത്ത് കിടന്ന് ആവട്ടെ കേട്ടോ. ഇത്രയും വലിപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാമേ. തീയൊക്കെ കൂട്ടി വെക്കട്ടെ. ഇത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുണ്ടെന്ന് കേട്ടോ ഈ മാങ്ങ. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, പഴുത്താൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. കുറേ മാങ്ങ ഉണ്ട്. കുറച്ച് തേങ്ങായും മാങ്ങായും എല്ലാം കൂടി എല്ലാം അവിടെ പോയപ്പോൾ കൊണ്ടുവന്നു. പിന്നെ ആണോ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. നല്ല ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. എടുത്തൊരെണ്ണം വേണമെന്ന് എടി ഒരെണ്ണം ഇനി തന്നേന്ന്. അതുകൊണ്ട് പൊന്നുണ്ണി വന്നു കേട്ടോ. നല്ല ഉറക്കം കിടന്ന് മഴയത്തൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് കിടന്ന് നല്ല ഉറക്കമാണ്. അച്ചടാ ഇവിടെ ഭയങ്കര ഏതാണ്ടുണ്ടോ. അവൾ വീട്ടിൽ ചെന്നപ്പോൾ പറക്കിക്കൊണ്ട് വന്നതാണ് ഇതൊക്കെ. മാങ്ങ കിടന്ന് തിളയ്ക്കുന്നുണ്ടോ. ഇതുണ്ടല്ലോ ഒരു പഴുത്തതായതുകൊണ്ടൊരു ശകലം ഒരു ഇതാന്ന് സാരമില്ല. ഇങ്ങനെ ഈ പരുവത്തിൽ വേണം. വേണ്ട ഇതിന് സജ്ജീവന ചോറൊക്കെ ഇട്ട് ഇളക്കണ പോലെ ആണോ. ചക്കക്കുരുവൊക്കെ അങ്ങനെ കിടക്കണോ? ചക്കക്കുരു വെന്തോ? ആ മിക്സിയിൽ ചാറിനകത്തിട്ടൊന്ന് കറക്കാൻ മേലായിരുന്നോ? ഇങ്ങനെ വെറുറാന്ന് കിടക്കണോ? ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ തിന്നാം. ഭയങ്കര എരിവായിരിക്കും. ഉപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ടാണെങ്കിൽ ചോറിനകത്തിട്ട് ഇളക്കി അങ്ങോട്ട് തിന്നണം. എനിക്ക് പേടിയാണ് കേട്ടോ ഇങ്ങനെ എടുക്കാൻ, കാരണം എൻ്റെ കൈ പുകയുമെന്ന് എനിക്ക് പേടിയാണ്. മുളക് ഉപ്പിടണോ? വേണ്ട, അത് ചക്കയ്ക്ക് കുറച്ചും കൂടി വേണ്ടേ. അയ്യോ എൻ്റെ മുഖത്ത് എണ്ണ പൊട്ടിത്തെറിച്ച് വീണിട്ട് ഇടട്ടെ. പക്ഷെ കൂടുതലാണോ? വരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒപ്പിട്ടെ ഈ എൻ്റെ ഈ ഓപ്പറേഷൻ ചെയ്തെടുത്തോട്ട്. അതുകൊണ്ട് ഈ പാചകം എന്ന് പറയുന്നൊരു പ്രത്യേകതയല്ലേ. എനിക്കിഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ സമയം കിട്ടിയാൽ. അപ്പോൾ എന്നെ കഴിഞ്ഞ് ഇതായിട്ട് നിൽക്കുന്ന എൻ്റെ കെട്ടിയവൻ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും ആൾക്ക് ഭയങ്കര ഇഷ്ടം. അതെ, പണ്ട് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് ഒരു കാര്യത്തിനും, അതായത് ഒരു കാര്യത്തിനും ഒരു ഹെൽപ്പോ കാര്യമോ ഒന്നും ഇല്ലാതിരുന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. കാരണം എന്നാ ഒരു 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 സഹായവും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ നിന്നിട്ട് പാചകത്തിന് കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല.
പാചകത്തിനൊന്നല്ല, വീട്ടിലൊരു കാര്യത്തിന് ഹെൽപ്പ് എനിക്കുണ്ടായിട്ടില്ല. അന്നൊക്കെ സജീവനും പറയും, അയ്യോ അവിടെ ഉള്ളവർ കാണും, ഇവിടെ ഉള്ളവർ കാണും. ഒരു സെക്കൻഡ്, എനിക്ക് ആവി എടുത്തിട്ട് അതേ, ആവി എടുത്തിട്ട് ഒരു തരവും മേല അടുക്കള നിന്നിട്ട് ഭയങ്കര ചൂട്. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ നമ്മൾ ഞാൻ 18 വയസ്സുള്ളപ്പോഴാണ് സജീവൻ്റെ കൂടെ വന്നത്. 18 വയസ്സുള്ളപ്പോഴാണ്. അന്ന് തൊട്ട് ഇങ്ങനെ അങ്ങനെ സഹായമോ കാര്യമോ ഒന്നും സജീവനും പറയുന്ന മറ്റുള്ളവർ കാണും, അവർ കണ്ടാൽ മോശമല്ലേ. ഒരു പ്രാവശ്യം ഇതുപോലെ എനിക്ക് വയ്യാണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ സജീവൻ്റെ ഒരിക്കൽ തുണി അലക്കണ കാര്യം ഞാൻ പറഞ്ഞു, സജീവണ്ണ തുണി ഒന്ന് അലക്കാവോ? എനിക്ക് ഒട്ടും പറ്റുകയില്ലായിരുന്നു. അലക്കാവും ചെയ്തപ്പോൾ സജീവൻ പറഞ്ഞു, ഇല്ല അവരൊക്കെ ഇപ്പം തൊട്ട് താഴെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കടവിലാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. അപ്പോൾ സജീവൻ പറഞ്ഞു, ഇല്ല അവർ കണ്ടാൽ ഇങ്ങോട്ട് വന്നേ, ഒന്ന് കാണട്ടെ, ഇനി വന്നേ എന്തോ അവരൊക്കെ കണ്ടാൽ ഇവിടെ നിന്നേ പറയണ്ടായിരുന്നു ചോദിച്ചാൽ മതി. അവരൊക്കെ എല്ലാവരും നുണയാണ്. അവരൊക്കെ കണ്ടാൽ മോശമാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ പയ്യാണ്ട് പോയി തുണിയൊക്കെ അലക്കിയ. ആ സജീവണ്ണൻ ഇപ്പം തുണി അലക്കുവാട്ടെ, മിറ്റം അടിക്കുവാട്ടെ, എന്താണ് അടുക്കളപ്പണിയാട്ടെ. ഇപ്പം എനിക്കിന്നൊരു ദിവസം വയ്യാതെ കിടന്നെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയണ്ട. എൻ്റെ പെരയ്ക്കകവും അടുക്കളയും എല്ലാം നല്ല നീറ്റാക്കി, അപ്പോൾ എല്ലാം പാചകമൊക്കെ ചെയ്ത് അടുക്കളയൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി എല്ലാം നല്ല ഇതായിട്ടിടും. അങ്ങനെയുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എല്ലാവരും പറയല്ലേ, ഇപ്പം നമ്മൾക്ക് അങ്ങനെയൊക്കെ നമ്മൾ മാറ്റിയെടുത്തൊന്നും പറയാൻ പറ്റില്ല. സജീവണ്ണ ആ അതവിടെ വാഷ് ബേസിനിൽ എനിക്ക് ഈ വാഷ് ബേസിനിലൊന്നും കഴുകണ ഇഷ്ടമല്ല. ഇവിടെ വാഷ് ബേസിനിൽ ഞാനാണ് പാത്രമൊന്നും കഴുകി എടുക്കുകയൊന്നുമില്ല. അപ്പുറേ നമുക്കൊരു വാഷ് ബേസിനുണ്ട്, അതിന് ഞാൻ വിളിച്ചതാണ്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാം കറി വെക്കുന്നത്, കറിക്കരിയുന്നതും അങ്ങനെയൊക്കെയുള്ള കഴുകുമ്പോൾ അഥവാ ഒന്ന് പിന്നാലും അല്ലെ പിന്നെ നമ്മൾ പാത്രം എല്ലാം കഴുകി എച്ചിലും അതും ഇതൊക്കെ ആകുന്നത്. അപ്പം അപ്പോൾ വലിയൊരു വാഷ് ബേസിനുണ്ട്. എന്നിട്ട് പാത്രം വാടകയ്ക്കാണെങ്കിലും അത്യാവശ്യ സൗകര്യമൊക്കെ ഉള്ളപ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തണ്ടേ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുക കേട്ടോ, ഒരു പണി കുഞ്ഞിനെയൊക്കെ നോക്കി. കുഞ്ഞിക്കൊക്കെ കണ്ണമ്മനൊക്കെ ആണെങ്കിലും വയ്യാണ്ടിരിക്കുകയോ പനിയോ കാര്യമൊക്കെ ആണെങ്കിൽ വയ്യാതെ കിടന്ന് എല്ലാം ചെയ്യണമായിരുന്നു. അങ്ങനത്തെ കെട്ടിയോനായിരുന്നു എൻ്റെ. സമയത്ത് വന്ന് കഴിക്കാൻ വന്നിരിക്കും, അത് ഭക്ഷണം വിളമ്പി കൊടുക്കണം. നമ്മൾ വിളമ്പി കൊടുക്കാതിരുന്നാൽ അതിന് പിന്നെ ദേഷ്യമാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ വന്നിട്ട് ഞാൻ വിളമ്പി വെച്ചിട്ട് താമസം കിടന്നു. അപ്പോൾ ഞാൻ കയറി കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കള്ളേർപ്പായിരുന്നു കേട്ടോ, ഉറങ്ങി വന്നിട്ട്. എന്നിട്ട് വന്ന് ദേഷ്യപ്പെട്ട് ഭക്ഷണമൊക്കെ കഴിക്കാതെ എല്ലാം പിന്നെ എടുത്തുകൊണ്ട് കളഞ്ഞ് അങ്ങനെയായിരുന്നു എൻ്റെ സജീവന്. ആ സജീവനിപ്പം എന്നെ ചെയ്യണം. ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പം അന്നൊക്കെ നമ്മൾ ചെറുപ്പമാണ്, ഇപ്പോഴല്ലേ നമുക്ക് സഹായത്തിൻ്റെ ആവശ്യം. അത് വലിയൊരു ഉപകാരമായി കേട്ടോ. ഈ പാചകത്തിനൊന്നും ആരും മാറ്റി നിർത്താനോ ആരും മാറ്റി നിർത്തുമൊന്നുമില്ല. ഇതുണ്ടോ, അതൊക്കെ ഇങ്ങനെ മുളകൊക്കെ തേച്ച് എല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണേ. കഴിച്ചു നോക്കണോ? ഇത് പച്ചയല്ലേ, ഇങ്ങനെയാണോ കഴിക്കുന്നേ? ഇത്രേ ഉള്ളു. പക്ഷെ ഇത് കടുവ് പൊട്ടിച്ചത് ചൂടാക്കാൻ കൂടിയാണല്ലോ. കൊള്ളാം കേട്ടോ. ഒരു വെറൈറ്റി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണെങ്കിൽ ബെസ്റ്റായിരിക്കും സജീവന. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ശകല എണ്ണയും കൂടി ഒഴിച്ച് ഇളക്കുവാണെങ്കിൽ. ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, ആഹാ കൊള്ളാം കേട്ടോ. നല്ല എരിവുണ്ട്. എണ്ണയാണോ? ആഹാ
അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇളക്കി കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ നോക്കട്ടെ. കൊള്ളാല്ലേ? നല്ല വെളിച്ചെണ്ണ ഇല്ലാതെ നല്ലതാ, വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ നല്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കൂടി, ഉള്ളിയില്ലേ, ഉള്ളിയും മുളകും വെളിച്ചെണ്ണയും കൂടി കൊള്ളാട്ടോ, അടിപൊളി. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി. ആഹാ നല്ല. അപ്പം എൻ്റെ മാങ്ങ എല്ലാം ഇങ്ങനെ മൂത്തോണ്ടിരിക്കുന്നു. ഈ ഒരു ട്രിപ്പും കൂടി ഉള്ളൂ, ബാക്കി എല്ലാം വറുത്ത് വെച്ചു കേട്ടോ. ബാക്കിയെല്ലാം വറുത്ത് വെച്ചു. ഇടയ്ക്കൊക്കെ ഓരോന്ന് ഇച്ചിരി നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇതൊക്കെ തിന്നാം. ആഹാ നല്ല ചൂടാ കേട്ടോ. ഉണക്കത്തിരണ്ടി വറുക്കാനായിട്ട് അപ്പുറയിലോട്ട് വെച്ചു. ആഹാ നല്ലൊരു വരുന്നതിന്. വൈകിട്ടൊക്കെ ഈ ഇരിക്കുമ്പം ഇന്ന് നല്ല മഴ പെയ്തു ഞങ്ങളുടെ ഇങ്ങോട്ട്. നല്ല മഴ, നല്ല സൂപ്പർ മഴയായിരുന്നു. മറ്റേ എപ്പം മഴ പെയ്താലും തൊടുപുഴ സൈഡിലോട്ട് വലിയൊരു മഴയൊന്നുമില്ല. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ പക്ഷേ ഞങ്ങൾക്ക് മഴ ഞങ്ങൾ ഉള്ളപ്പോൾ ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ തൃശ്ശൂർ പോയിരിക്കായിരുന്നു. പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് റോഡിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നപ്പോൾ മഴ ഉണ്ടായിരുന്നു. വന്നപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു നല്ല മഴയായിരുന്നു പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു മഴ പെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ കറണ്ടില്ലാത്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്ന അതുപോലെ ചൂടായിരുന്നു. ഇന്നലെ പക്ഷേ കറണ്ട് പോയായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ല രൂപ. ആഹാ തേങ്ങയും കൂടി ചതച്ചിട്ട തോരൻ വെറൈറ്റി. അപ്പം എൻ്റെ മാങ്ങ എല്ലാം മൂത്തൊക്കെ കഴിഞ്ഞു. വെള്ളം തരാമല്ലോ എനിക്ക്. ഇതൊരു മൂത്ത് കഴിഞ്ഞ് മൂത്ത് വരാറായി. കുറേ വിശേഷങ്ങളൊക്കെ പറയാനോ നോക്കുന്നു. അന്നേരത്തേനും എഴുപൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും വിശേഷമൊക്കെ എഴുതിയേ പോയി. ആ ചക്ക ഞാനിത് പറഞ്ഞില്ലേ ചക്കയുടെ അല്ലേ. അപ്പം ഇങ്ങനെ ചക്കക്കുരു, പൊട്ടുചക്ക എന്നാ വേണം ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ഒരു കല്യാണം. കാരണം എനിക്ക് ഈ ചക്കയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. എന്തോ വെള്ളം കൊണ്ട് തരേണ്ടതാണ്. ഇങ്ങനെയാണ് വെള്ളം കൊണ്ട് കൈ തരത്തില്ല. ഒരാൾ പാചകം ഏറ്റവും അത് മൊത്തം അവർ തന്നെ ചെയ്യണമെന്ന് കേട്ടോ. അങ്ങനെയാ. ആ ഇല്ല ഞാനില്ല, ഞാൻ ചെയ്യണം മാത്രം ചെയ്യുള്ളൂ. സജീവന് ചെയ്തതിൻ്റെ ബാക്കി ഞാൻ ചെയ്യല. അപ്പം ഇനി നമ്മുടെ അച്ചാറും കൂടി ഇടാം. അച്ചാർ മീൻസ് അച്ചാറെന്നൊന്നും പറയാനില്ല. ഇതിങ്ങനെ എടുത്ത് വെച്ചേച്ച് ഞാൻ കോരി എടുത്തു കേട്ടോ. മൊത്തം കോരി എടുത്ത് ഇനി നമുക്ക് ഇത്ര എണ്ണ വേണ്ട, നല്ലെണ്ണ കേട്ടോ. നല്ലെണ്ണ ഞാൻ കുറച്ച് ഒന്ന് മാറ്റി വെക്കട്ടെ. നല്ലെണ്ണ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് വേണം, ഈ എണ്ണ വേണം. ഇതിപ്പം ഞാനിത് വറുത്തത് കൊണ്ട് അതിനകത്തൊരു ഇച്ചിരി കരി അതിൻ്റെ മട്ടുണ്ട്. അപ്പം അതൊന്ന് കളയാം. കളയാതെ എന്നിട്ട് ഞാൻ ഈ ചീനിച്ചട്ടി തന്നെ അടുപ്പിലോട്ട് വെച്ചു കേട്ടോ.
ഈ ചീനിച്ചട്ടി തന്നെ അടുപ്പിലോട്ട് വെച്ചിട്ട് നല്ല ചൂട. എന്നിട്ട് എണ്ണയിൽ കുറച്ചങ്ങ് ഒഴിച്ചു. കുറച്ചങ്ങ് ഒഴിച്ചിട്ട് അത് കടുകൊന്നും ഇടുന്നില്ല കേട്ടോ. കടുകൊന്നും ഇടാതെ ഉലുവ കുറച്ച് ഉലുവ ഇട്ടു. ഉലുവ ഇട്ടിട്ട് ഉലുവ ഒന്ന് പൊട്ടുമ്പോൾ നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ച മുളകൊക്കെ ഇല്ലേ കഴിക്കാം. ഇതാണേ നമ്മുടെ പൊടിച്ച് വെച്ച മുളക്. ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പ് ഇട്ട് കൊടുത്തേച്ച് ഇനിയൊന്നുമില്ല. ഇനി വറുത്ത് വെച്ച മാങ്ങ ഇതിനകത്തോട്ടങ്ങ് ഇടുക. ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണം. ഞാൻ ഇളക്കട്ടെ. നമ്മുടെ മീൻ ഇവിടെ മൂത്തോണ്ടിരിക്കുന്നു. സജീവണ്ണൻ ഇടിഞ്ചക്കയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സജീവണ്ണൻ മടുത്തു പോയി. സജീവണ്ണൻ മീൻ മറിച്ചിരുന്നോ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇതും കൂടിയാണ് മറിച്ചിട്ട്. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഉണ്ടോ കായപ്പൊടിയും കായപ്പൊടിയും ഇട്ട് ഒരു ശകലം വിനാഗിരിയും കൂടി ഒഴിക്കണേ. ശകലം മതി, ഒത്തിരി ഒന്നും വേണ്ട. പിന്നെ ചാറ് പോലൊന്നും വെക്കുന്നില്ല. അതും കൂടി ഒഴിച്ചൊന്ന് ഇളക്കട്ടെ. അപ്പം നമ്മുടെ മീൻ ഇവിടെ മറിച്ചിട്ടു. ഇതൊന്ന് ഇളക്കട്ടെ. അപ്പം ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി. കണ്ടോ, ഇരിക്കുന്ന കണ്ടാൽ തന്നെ അതൊരു കഷ്ണമൊക്കെ എടുത്ത് ചോറിനകത്തിട്ട് ഇളക്കി തിന്നാൻ കൊതി തോന്നില്ലേ? അടിപൊളി സൂപ്പർ സാധനം. അപ്പോൾ നമ്മുടെ മീനൊക്കെ വറുത്ത് മൂത്തു. ഇന്ന് വൈകിട്ടത്തെ കറി നമ്മുടെ അടിപൊളി സെറ്റപ്പ്. ഇതൊക്കെ പോരെ? എന്തോ ഇത്രയും കറികളൊക്കെ പോരെ? നമ്മുടെ മാങ്ങ, ചനച്ച മാങ്ങ കേട്ടോ, മാങ്ങ പുരട്ടിയത്. കണ്ടോ, ഇരിക്കണ കണ്ടാ അവൻ്റെ ഒരു നോട്ടം. പിന്നെ ഇച്ചിരി ചക്കക്കുരു മെഴുക്കുവരട്ടി, ചക്കക്കുരു 2 ചാക്കച്ചോളയും ഒക്കെ കൂടിയിട്ട് മെഴുക്കുവരട്ടി. പിന്നെ നമ്മുടെ കണ്ടോ മോര് കറി. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇടിഞ്ചക്ക. ഇന്ന് വൈകിട്ടത്തെ കറി ഇതൊക്കെയാണേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ 2 സാധനം ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ചൂടാണ്. അല്ലെങ്കിൽ കണ്ട ഇതിങ്ങനെ നല്ല രുചി കേട്ടോ. കാരണം ആ മാങ്ങയുടെ ഒരു ചനച്ച മാങ്ങയില്ല, അതിൻ്റെ ഒരു മധുരവും വിനാഗിരിയുടെ ടേസ്റ്റും ഉള്ളിയും വെളുത്തുള്ളിയും കായവും വളരെ ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ പിറക്കി തിന്നതല്ല, നല്ല എരിവുണ്ട്. പോയി അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടാക്കി നോക്കണം. അടിപൊളി. 50 താഴെ എന്ന് പറയുന്ന പോലെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കഷ്ണം കണ്ടോ താഴെ. അപ്പം ഞാൻ ഇനി എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയൊക്കെ ഒന്നിട്ടൊക്കെ. പിന്നെ കുഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞിക്ക ഇപ്പോൾ ഉറങ്ങാനായിട്ട്, നല്ല മഴയായിരുന്നില്ല, അപ്പോൾ ഉറങ്ങാനായിട്ട് അവിടെ അങ്ങോട്ട് പോയി. അപ്പോൾ പാറു അങ്ങോട്ട് ഉണ്ട്. പാറുവിന് ഇതൊക്കെ കാണാത്ത വലിയൊരു നഷ്ടമായിരിക്കും. അവർക്ക് ഇങ്ങനെ പാചകമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ കുഞ്ഞിക്ക ഉറങ്ങുകയും ചെയ്തു, അല്ലെങ്കിൽ കുഞ്ഞിക്ക ഇപ്പോൾ വന്നേനെ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, മറക്കരുത്. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം കേട്ടോ. ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം യൂട്യൂബിലൊക്കെ കണ്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും, അറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ മറന്നുപോയി. പക്ഷെ അതൊരു ഇതിലിരുന്നുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി. ഒരെണ്ണം കണ്ടു കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടേതായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ളൊരിത് കാണുമല്ലോ. അത് ഞാൻ സേവ് ചെയ്തിടാനും മറന്നുപോയി. കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതി വന്നിട്ട് മേലായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു മാങ്ങ ഒക്കെ നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങ ഒക്കെ കിട്ടിയപ്പോഴത്തേനും മാങ്ങ കണ്ടപ്പോഴേ ആദ്യം എൻ്റെ മനസ്സിൽ വന്നതാ. ഇപ്പം നല്ല സെറ്റപ്പ് സാധനം, ചനിച്ച മാങ്ങ ആണല്ലോ എന്ന് ഓർത്തുകൊണ്ട് എണ്ണയ്ക്കകത്ത് അത് നല്ല കേട്ടോ. എണ്ണയ്ക്കകത്ത് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഇത് ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇടുമ്പോഴത്തേനും ഒരു ഒരു ക്രിസ്പി ആയിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. ഒത്തിരി അല്ല, എന്നാലും അതിനൊരു ഇതുണ്ട്. അപ്പം നല്ല ഉണ്ടാക്കി നോക്കാം, അതെല്ലാം ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ്, അടിപൊളി. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ. അയ്യോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ പിന്നെ ഒരെണ്ണം എടുത്തേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെയൊക്കെ സ്നേഹവും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലേ ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ളവർക്ക് വീഡിയോസ് ചെയ്യാനുള്ളൊരു താല്പര്യം തോന്നുള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചൂടുണ്ട് നല്ലതാണെന്ന് പറയാം. അത് ടേസ്റ്റാണ്. അപ്പം ഗുഡ് നൈറ്റ് പറഞ്ഞേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തന്നെ. ഞങ്ങളുടെ ചെറിയ വലിയ ഫാമിലിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഏറ്റവും ദേശികളൊക്കെ പറയുന്ന പോലെ പറയുന്നേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ശരി.